Hi, hello, welcome back to Learning with GC. ഞാൻ ഗോപു ചന്ദ്രൻ. സോ ഗൈസ്, നമുക്ക് എങ്ങനെ RRB JEE CBT1 ക്രാക്ക് ചെയ്യാം? ഇൻ ലെസ് ദാൻ 5 മിനിറ്റ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, സോ ശ്രദ്ധിച്ച് കേൾക്കാം. JEE CBT1 സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം മെയിൻ ആയിട്ടുള്ള 4 ടോപ്പിക്സ് എന്ന് പറയുന്നത് ബേസിക് സയൻസ്, അതുപോലെ റീസണിങ്, മാത്സ്, ജനറൽ അവയർനെസ്. ഓക്കെ, ഇതിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ? അതിലെ സിലബസ് കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ആദ്യമായിട്ടാണ് പ്രിപ്പയർ ചെയ്തതെങ്കിൽ നിങ്ങൾ മാത്സ് എന്ന് പറയുന്ന സാധനം, അതിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നല്ലപോലെ പഠിക്കുക. വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല. കാരണം CBT1 സംബന്ധിച്ചിടത്തോളം മാത്സിൽ നിങ്ങൾക്ക് 30 ഔട്ട് ഓഫ് 30 സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പ്രാക്ടീസ് 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 പ്രാക്ടീസ്. ഓക്കെ, പ്രാക്ടീസ് ആണ് മാത്സ് ക്രാക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും. അത് നിങ്ങൾക്ക് ഏത് സോഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യും എന്ന് ചോദിക്കുകയാണെങ്കിൽ എനി സോഴ്സ്. അതിന് ഇന്ന ചാനൽ എന്നില്ല. ഓക്കെ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബ് ചാനൽസ് ഹിന്ദി കാണാം, മലയാളം കാണാം, ഏത് വേണമെങ്കിലും കാണാം. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം മാത്സ് നിങ്ങൾ ബേസ് സെറ്റ് ആക്കുക എന്നുള്ളതാണ്. മാത്സ് നിങ്ങൾ ബേസ് സെറ്റ് ആക്കിയാൽ അഡ്വാൻസ്ഡ് മാത്സ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, വളരെ ഹൈ ലെവലിലുള്ള മാത്സ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ട. വളരെ സിമ്പിൾ ആയിട്ടുള്ള മാത്സ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ട്രിഗണോമെട്രി ഒക്കെ പറയുകയാണെങ്കിൽ എന്താണ് sin 30 + sin 60 ലൈക്ക് ദാറ്റ്. അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ചോദിക്കുന്നത്. അപ്പം അതുകൊണ്ട് റെയിൽവേയുടെ JEE ആണെങ്കിലും CBT1 അല്ല സോറി JEEയും NTPC ഗ്രൂപ്പ് ഡിൻ്റെ ഒക്കെ മാത്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 30-ൽ 30 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം സയൻസിനെ നിങ്ങളപ്പോൾ മാത്സ് 30 മാർക്കാണ്, അതുപോലെ സയൻസിന് നമുക്കറിയാം 30 മാർക്കാണ് CBT1. അപ്പോൾ സയൻസിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്രത്യേകിച്ച് ഫിസിക്സിനായിരിക്കും. മാത്സ് സാധാരണ കണ്ടുവരുന്നത് ഫിസിക്സിലാണ്. ഓക്കെ, ഫിസിക്സിന് നല്ലപോലെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷെ ന്യൂമറിക്കൽസ് ഗ്രൂപ്പ് ഡിൻ്റെ ലെവൽ, ആ ലെവലുള്ള നിങ്ങൾക്ക് സയൻസ് എന്തായാലും ചോദിക്കില്ല, സോറി ഫിസിക്സ് എന്തായാലും ചോദിക്കില്ല. ഗ്രൂപ്പ് ഡി ലെവലുള്ള ന്യൂമറിക്കൽസ് ചോദിക്കില്ല. വളരെ സിമ്പിളായിട്ടുള്ള 1, 2, 3 ന്യൂമറിക്കൽസ് ചോദിച്ചു. കഴിഞ്ഞ വർഷം മുതൽ വരെയുള്ള ട്രെൻഡാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, ഈ വർഷം മേ ബി എന്തെങ്കിലും മാറി ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ റെയിൽവേക്ക് ചിന്തിക്കാം. ബട്ട് നോർമലി 90% വളരെ സിമ്പിളായിട്ടുള്ള കാൽക്കുലേഷൻസ് ആയിരിക്കും ഫിസിക്സിൽ ചോദിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ആയിട്ടുള്ള YCT പബ്ലിക്കേഷൻസിൻ്റെ സയൻസ് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഫിസിക്സ് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. ഫിസിക്സിൻ്റെ കൂടെ 30 മാർക്കിൽ എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഫിസിക്സിൽ നിന്നൊരു 10 to 12 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ബയോളജിയും കെമിസ്ട്രിയും ഒരു 8 to 10 ലൈക്ക് ദാറ്റ് ഒരു ലെവലിലും ചോദിക്കാം. ഓക്കെ, ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, ഈ 3 നമുക്ക് സയൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക്. സയൻസിൽ നിങ്ങൾക്കും അത്യാവശ്യം നല്ലപോലെ പഠിക്കുന്നവരാണെങ്കിൽ മോർ ദാൻ 25 ഔട്ട് ഓഫ് 30 ഷുവറായിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. അതാണ് സയൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി മൂന്നാമത്തെ കാര്യം റീസണിങ് നിങ്ങൾക്ക് പൊതുവെ എളുപ്പമായിരിക്കും. 25 ക്വസ്റ്റ്യൻസാണ് റീസണിങ് എന്നുണ്ട് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ആ 25 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ചെയ്ത് വരുമ്പോൾ ടഫ് ആകാം. ടഫ് ഇൻ ദി സെൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് പസിൽസ്, അതുപോലെ അനലോജീസ് പോലുള്ള ചില ടോപ്പിക്സ്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് ചിലപ്പോൾ നിങ്ങളെ സമയം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ റീസണിങ് ചെയ്യുമ്പോൾ സിലോജിസ് ഒക്കെ ചോദിക്കും, ഈസിയായിട്ട് സിലോജിസ് ഒക്കെ കിട്ടും. പക്ഷേ ഈ പസിൽസും അനലോജിസും വെച്ച് നിങ്ങൾക്ക് സമയം നഷ്ടപ്പെടാം. അവിടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടുന്ന സയൻസിൻ്റെ ക്വസ്റ്റ്യൻസ് അവിടെ നഷ്ടപ്പെടാം, അല്ലെങ്കിൽ GKൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം? നഷ്ടപ്പെടാം. അതുകൊണ്ട് റീസണിങ് ശ്രദ്ധിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ബുദ്ധിമുട്ടാണ്, അത് ടഫാണ്, എനിക്ക് കിട്ടും, പക്ഷെ സമയം നഷ്ടപ്പെടുമെന്ന് തോന്നണമെങ്കിൽ സ്പോട്ടിൽ അത് മാർക്ക് ചെയ്ത് വെക്കുക, സ്കിപ്പ് ചെയ്യുക, അടുത്ത ചോദ്യത്തിലേക്ക് വരിക. ഓക്കെ, നാലാമത്തെ കാര്യം, പിന്നെ റീസണിങ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രാക്ടീസ് തന്നെയാണ്. മാത്സ് പോലെ തന്നെ റീസണിങ് നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് തന്നെ ആ പസിൽസ് ഒക്കെ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം. സ്പീഡ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. ഇതിനായി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മോക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒക്കെ മോക്ക് ടെസ്റ്റ് ചെയ്താൽ മതി, ധാരാളമാണ്. ആ ഒരു ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഒലീവ് ബോർഡൊന്നും വേണ്ട, ടെക്സ്റ്റ് ബുക്ക് ഇനഫ്. ഓക്കെ, RRB JEE CBT1 അത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യുക. നാലാമത്തെ GK 15 മാർക്കുള്ളൂ. ഞാൻ പറയുകയാണെങ്കിൽ GK നിങ്ങൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. GKയിൽ തന്നെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവർ സ്റ്റാറ്റിക് GKയും കറണ്ട് അഫയേഴ്സിനായിരിക്കും വരുന്നത്. 15 മാർക്കിൽ ചിലപ്പോൾ 6-7 ക്വസ്റ്റ്യൻസ് ഒക്കെ കറണ്ട് അഫയേഴ്സ് സ്റ്റാറ്റിക് GK തന്നെ വരാം. ഓക്കെ, മേ ബി 10 ചോദിച്ചാലും അത്ഭുതപ്പെടാനില്ല. കാരണം ഇപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ കറണ്ട് അഫെയർ എന്ന് പറയുമ്പോൾ അതിൽ 2024 ആണ് ഇപ്പോൾ ALPക്ക് ചോദിച്ചിരിക്കുന്നത്. അതിന് മുമ്പുള്ളൊന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ GK കറണ്ട് അഫെയർ പഠിക്കുക. 2024 കറണ്ട് അഫെയർ പഠിക്കുക. അതിന് മുമ്പുള്ളത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. GKന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ആ മാർക്ക് നിങ്ങൾ എവിടെ സ്കോർ ചെയ്യാം? മാത്സിലും സയൻസിലും റീസണിങ്ങിലും സ്കോർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് ക്രാക്ക് ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് GK ഇങ്ങനെ വാരി വിളിച്ച് പഠിക്കേണ്ട, ജസ്റ്റ് പഠിക്കുക. ഇതിൻ്റെ കൂടെ തന്നെ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാം, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഡൺ.